പാലക്കാട് വാട്ടർ അതോറിറ്റി ഓഫീസിലാണ് BJP ഉപരോധം നടക്കുന്നത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് ഉപരോധം. മുനമ്പം ജനതയോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് ഹൈബി ഈഡൻ MPയുടെ കലൂരിലെ ഓഫീസിലേക്ക് മുനമ്പം ഭൂസംരക്ഷണ സമിതി മാർച്ച് നടത്തുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. നിവേദനം സമർപ്പിക്കുകയാണ് ഹൈബി ഈഡൻ MPയുടെ ഓഫീസിൽ ഉള്ളിൽ ഈ മുനമ്പം ഭൂസംരക്ഷണ സമിതി പ്രവർത്തകർ നിവേദനം സമർപ്പിച്ചു. ജിജീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. ജിജീഷ്, ഇത് ഒന്നുമാകാതെ ഇങ്ങനെ തീരുമാനങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. ഇതിപ്പോൾ ഈ ഹൈബി ഈഡൻ MPയുടെ ഓഫീസിലേക്ക് ചെന്ന് സമർപ്പിച്ച ഈ നിവേദനത്തിൽ എന്താണുള്ളത്? ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ അത് വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്ന കാര്യം തന്നെയാണ്. മുനമ്പം ജനതയ്ക്ക് അനുകൂലമായ ഒരു സമീപനം എടുക്കണം പാർലമെന്റിൽ എന്ന കാര്യമാണ് അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നിവേദനം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ നിലവിൽ ഹൈബി ഈഡൻ MP ഡൽഹിയിലാണുള്ളത് പാർലമെന്റ് നടപടികളുടെ ഭാഗമായി. എന്നാൽ തങ്ങൾ വഖഫ് ഭേദഗതി ബില്ല് നടപ്പിലാക്കുമ്പോൾ ഹൈബി ഈഡൻ MP അടക്കം ഇക്കാര്യത്തിൽ ശക്തമായി തന്നെ അതിനെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. മുനമ്പം ജനതയ്ക്ക് അവരുടെ കിടപ്പാടം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. അതിന് വലത് മുന്നണികൾ അവിടെ ഒരുമിച്ച് പാർലമെന്റ് അംഗങ്ങൾ എല്ലാവരും ഒരേ നിലപാട് സ്വീകരിക്കണമെന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ നിവേദനം സമർപ്പിച്ച് കഴിഞ്ഞ ഓഫീസിലാണ് നിവേദനം സമർപ്പിച്ചിരിക്കുന്നത്. നിവേദനം സമർപ്പിച്ചതിന് ശേഷം വലിയ ഒരു 300ഓളം ആളുകൾ, ആ ഒരു പ്രദേശത്തെ 300ഓളം ആളുകൾ ഇവിടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ വിശദമായി തന്നെ ചോദിക്കുകയും ചെയ്യാം. സാധാരണ ഇപ്പൊ നിവേദനം നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് നമ്മൾ അതിൽ അദ്ദേഹത്തോട് പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ? അതെങ്കിൽ നമ്മൾ പാർലമെന്റ് സെഷൻ വരുന്ന 10-ാം തീയതി വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കാനായിട്ട് നമ്മൾ 2700 പേരുടെ ഒപ്പ് ശേഖരണം നടത്തിയാണ് ഞങ്ങൾ നിവേദനം കൊടുത്തിരിക്കുന്നത്. മുനമ്പത്തെ 610 കുടുംബങ്ങളുടെ അവസ്ഥ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ബില്ല് ഭേദഗതി ചെയ്യുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നും നമ്മുടെ നിവേദനം സമർപ്പിക്കുന്നത് ഞങ്ങളുടെ MP ആണ് ഹൈബി ഈഡൻ സാർ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ നിവേദനം കൊടുത്തിരിക്കുന്നത്. 2 ദിവസം മുമ്പ് സാറിനെ നേരിട്ട് ഞങ്ങൾ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ സാറിന് ഉണ്ടാകില്ലെന്ന് പറഞ്ഞു, കാരണം സാറിന് വേറെ പ്രോഗ്രാംസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നിവേദനം ഇവിടെ ഓഫീസിൽ കൊണ്ടുവന്ന് പ്രതികരണം എന്തായിരുന്നു? പിന്തുണയ്ക്കുമോ? തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് സാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഒരു കാര്യത്തിൽ. സമരരംഗത്തുള്ള ആളുകളല്ലേ നമ്മളെല്ലാം? അതെ അതെ, എല്ലാവരും അതെ. എന്താണ് നമ്മൾ ഒരു ശക്തമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ? പ്രധാനമായിട്ടും ഞങ്ങളുടെ ആവശ്യങ്ങൾ ബില്ല് പാസ്സാക്കണം, ഞങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കണം. ഞങ്ങളുടെ കുട്ടികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്നില്ല. ആയിരിക്കും എന്താണെന്ന് വെച്ചാൽ ഈ 610 കുടുംബങ്ങളിലുള്ള ഈ കുടുംബങ്ങളുടെ കുട്ടികൾക്ക് എനിക്ക് തന്നെ 2 പിള്ളേർക്ക് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കിട്ടിയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അറിയണത് ഇങ്ങനത്തെ ഒരു ചതി ഞങ്ങൾക്ക് കൊടും ചതിയാണ് ശരിക്കും പറഞ്ഞത്. അതെ, ഞങ്ങൾ ഇത്രയും വർഷം താമസിച്ച് പോകുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് അവിടെ ഒരു വാടകക്കാരെ പോലെയാണ് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത്. വെച്ചാൽ ഞങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ജീവിതമാണ്. ഇത് മണയം വെച്ചും പട്ടയം മണയം വെച്ചും ഇതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. ഇപ്പം അത് നടക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതുകൊണ്ട് കല്യാണത്തിന് ഒന്നും തന്നെ സാധിക്കുന്നില്ലല്ലോ. ഇത് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങളൊക്കെ ഞങ്ങൾ സ്ഥാപിച്ചു തന്നെ എന്തായാലും. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് മരണം വരെ ഞങ്ങൾ പോരാടും. തീർച്ചയായും അവർ ഈ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി സമരരംഗത്ത് തുടരുമ്പോഴും അനുകൂലമായ ഒരു സമീപനം അവർക്ക് ഉണ്ടാകുന്നില്ല. അവരുടെ എല്ലാം ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് ബില്ലാണ്, വഖഫ് ഭേദഗതി ബില്ലാണ്. ആ ബില്ലിൽ അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകുക എന്നത് തന്നെയാണ് 140 ദിവസത്തോളമായി സമരരംഗത്തുള്ള ആളുകളുടെ ആവശ്യം. അത് അനുവദിച്ച് കിട്ടിയില്ലെങ്കിൽ കൂടുതൽ ശക്തമായ ഒരു പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങുമെന്ന കാര്യം തന്നെ അവർ പറയുകയുന്നുണ്ട്. ഈ സമരരംഗത്തുള്ള കൂടുതൽ ആളുകളുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇവരെല്ലാവരും തന്നെ ഈ സമരരംഗത്ത് ശക്തമായി അല്ലേ? സമരത്തിന്റെ ഇനിയുള്ള ഒരു കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത്? ഇനിയുള്ള കാര്യം ഞങ്ങളിപ്പോൾ MP-ക്ക് ഹർജി കൊടുക്കാൻ വേണ്ടി വന്നത്. MP ഞങ്ങളെ ചതിക്കില്ല. കാരണം ഇപ്പോൾ പുതിയ വഖഫ് നിയമ ഭേദഗതിയിൽ ഉള്ളത് ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമുണ്ട് എന്ന് MP മനസ്സിലാക്കിയിട്ടുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് മനസ്സിലാക്കി ഞങ്ങളുടെ MP ഞങ്ങളുടെ കൂടെ നിന്ന് മുനമ്പം ജനതയ്ക്ക് പൂർണ്ണമായ എല്ലാ റവന്യൂ അവകാശങ്ങളും സ്ഥാപിച്ച് കിട്ടുന്നതിനുള്ള ഒരു വോട്ടായിരിക്കും ഇപ്രാവശ്യം പാർലമെന്റിൽ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
ഇവരെല്ലാവരും തന്നെ, അതായത് അവരെ സംബന്ധിച്ചിടത്തോളം കിടപ്പാടം നഷ്ടമാകാതിരിക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകണം. അതിനുവേണ്ടി കഴിഞ്ഞ ദിവസങ്ങളായി അവർ അനിശ്ചിതകാല സമരരംഗത്ത് തുടരുന്നു. എന്നാൽ ഇപ്പോഴെങ്കിലും തങ്ങൾക്ക് അനുകൂലമായ ഒരു സമീപനം പാർലമെന്റ് അംഗങ്ങൾ അവിടെ സ്വീകരിക്കും, കേരളത്തിൽ നിന്നുള്ള എംപിമാരെന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. അത് സ്വീകരിക്കണമെന്നൊരു അപേക്ഷയുമായിട്ടാണ് തീർത്തും ശാന്തമായ ഒരു സമരം എന്ന് തന്നെ പറയാം. അവർ ഒന്ന് നിവേദനം സമർപ്പിച്ചിരിക്കുന്നു. എന്നാൽ അനുകൂല സമീപനങ്ങൾ ഉണ്ടായില്ല എങ്കിൽ കൂടുതൽ ശക്തമായ ഒരു സമരരംഗത്തേക്ക് തന്നെ അവർ കടക്കും. അതിനെ എതിർക്കുകയാണെങ്കിൽ, പാർലമെന്റിൽ ഭേദഗതി ബില്ലിനെ എതിർക്കുകയാണെങ്കിൽ, കടലിന്റെ മക്കൾ കടലിലേക്ക് എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഒരു സമരത്തിന് അടക്കം ഇവർ ആസൂത്രണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു പ്രതിഷേധ സമരത്തിന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പാർലമെന്റ് എംപിയുടെ ഓഫീസിന് മുന്നിൽ സാക്ഷ്യം വഹിക്കുന്നത്. ഓക്കെ, ശരി ജിജേഷ്. ഇതിപ്പോൾ ബില്ല് പാർലമെന്റിൽ വരുമ്പോൾ അത് പിന്തുണയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭീമ ഹർജി തയ്യാറാക്കി അത് അവിടെ വന്ന് ഒരു മാർച്ച് നടത്തി എംപിയുടെ ഓഫീസിലെത്തിയ നിവേദനം ഓഫീസിൽ സമർപ്പിക്കുകയാണ് മുനമ്പത്തുകാർ ചെയ്തത്. ഏറ്റവും ഒടുവിൽ അതിൽ മാത്രമാണ് തങ്ങൾക്കൊരു പ്രതീക്ഷയുള്ളത്, അതുകൊണ്ട് ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് എംപിയോട് ആവശ്യപ്പെടുകയാണ് ചെയ്തതെന്ന് സമരക്കാർ അല്ലെങ്കിൽ പ്രതിഷേധക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. വഖഫ് ഭൂസംരക്ഷണ സമിതിയാണ്, മുനമ്പം ഭൂസംരക്ഷണ സമിതിയാണ് ഇപ്പോൾ ഹൈബി ഈഡൻ എംപിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്.